ശ്യാമപ്രസാദ് ഉത്തമൻ നമുക്ക് തൃക്കാക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ശ്യാമപ്രസാദ് ഒരുപക്ഷെ അവിടെ തൃക്കാക്കര അമ്പലത്തിലെ സമൂഹ സദ്യയൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണോ എന്തോ. ശ്യാം, കൊച്ചിയിലെ ഓണാഘോഷം എങ്ങനെയുണ്ട്? മധു, സാധാരണ നമുക്ക് ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വീട്ടിലും ഉത്രാടപ്പാച്ചിലും ഒക്കെ ആയിട്ട് പോകുമെങ്കിലും ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കര ക്ഷേത്രത്തിൽ ഇപ്പോൾ ആ പകൽപൂരം നടക്കുകയാണ്. നമുക്കിവിടെ കാണാം പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിലുള്ള തകിൽവാദ്യ സംഘം തകിൽവാദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടമ്പ് ഏറ്റിക്കൊണ്ട് 9 ആനകളുടെ പകൽപൂരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തൊട്ടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ഇത് നീങ്ങും. ഇപ്പോൾ ഈ തൃക്കാക്കരയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അമ്പലവും അതോടൊപ്പം തന്നെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്നുള്ള ഉത്സവവും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആഘോഷം നമ്മളിപ്പോൾ കാണുന്നത്. 9ഓളം ഗജവീരന്മാർ ഇവിടെ ഇപ്പോൾ ഈ പകൽപൂരത്തിന് എഴുന്നള്ളിപ്പുമായിട്ട് നിൽക്കുന്നതാണ്. തിടമ്പേറ്റ് നിൽക്കുന്നത് ഗുരുവായൂർ ബാലകൃഷ്ണൻ, പിന്നീട് തിരുവാണിക്കാവ് രാജഗോപാൽ, പാമ്പാടി സുന്ദരൻ, മധുരപ്പുറം കണ്ണൻ, മൗട്ടത്ത് രാജേന്ദ്രൻ, മുണ്ടക്കൽ ശിവാനന്ദൻ, മച്ചാട് ശ്രീയപ്പൻ, കോളക്കുളം വിഷ്ണുനാരായണൻ, ചെർപ്പളശ്ശേരി ശ്രീയപ്പൻ എന്നിങ്ങനെ 9ഓളം ഗജവീരന്മാരാണ് തൃക്കാക്കര അപ്പൻ്റെ ഈ തിടമ്പ് ഏറ്റു നിൽക്കുന്നത്. ഗുരുവായൂർ ബാലകൃഷ്ണനുമാണ്. അങ്ങനെ 9 ആനകൾ, ആ ഗജവീരന്മാർ. തൃക്കാക്കരയെ സംബന്ധിച്ചും തൃക്കാക്കരയ്ക്കൊരു ഓണവുമായൊരു ചരിത്രമുണ്ട്. പൂക്കളുടെ നാടാണ് തൃക്കാക്കര. അത്തം മുതൽ 10 ദിവസക്കാലം തിരുവോണം വരെ, നാളെ വരെ ഇവിടെ ഇങ്ങനെ ആഘോഷ ലഹരിയാണ്. നാളെ തിരുവോണ സദ്യ ഉണ്ട്. രാവിലെ 10:30 തിരുവോണ സദ്യ ആരംഭിക്കുക. അതിന് മുന്നോടിയായിട്ട് വാമനമൂർത്തി അടക്കം ഇവിടെ എതിരേൽക്കൽ ചടങ്ങ് ഉൾപ്പെടെ ഉള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പെരുവനം സതീശന്മാരുടെ നേതൃത്വത്തിലുള്ള തകിൽവാദവും നടക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഈ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി സംഗീത അക്കാദമിയുടെ ഈ വർഷത്തെ പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ഇവിടെ തൃക്കാക്കരയിലും മറ്റുമൊക്കെ ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. ഓണം സാധാരണ എല്ലാവർക്കും ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ പലയിടങ്ങളിലേക്ക് പോയി നാളെ സദ്യവട്ടം ഒരുക്കാനുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെയാണെങ്കിൽ തൃക്കാക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പകൽപൂരവും മറ്റുമൊക്കെയാണ്. എങ്ങനെയുണ്ട് പകൽപൂരം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? കൊള്ളാം. എല്ലാ വർഷവും വരാറുണ്ട്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് കൊല്ലം കൊണ്ട് ഇങ്ങനെ ഭഗവാനെ തൊഴണം എന്ന് പറഞ്ഞ് പോയി ഇന്നാണ് അതിനോട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. നാളെ തിരുവോണ സദ്യ കൂടി തീർച്ചയായിട്ടും ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം തേടിയാണ് വന്നിരിക്കുന്നത്. നാളെ തിരുവോണ സദ്യ കൂടി കൊണ്ടിട്ടല്ലേ പോകുള്ളൂ? അതെ തീർച്ചയായിട്ടും. ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ വൈപ്പിലുള്ള പകൽപൂരം കാണാൻ നായമ്പലത്തിൽ നിന്ന് ആദ്യമായിട്ട് വരാറുണ്ടോ? ഇല്ല, ഇന്ന് ആദ്യമായിട്ട്. ചില ഉത്സവത്തിന് മാത്രം വരുള്ളൂ. മിക്കവാറും കൊല്ലങ്ങളിൽ വരാറുണ്ട്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി പരിപാടിയാണ്. കഴിഞ്ഞ കൊല്ലം തുടങ്ങിയ ആദ്യമായിട്ട് വരാൻ തുടങ്ങിയത്. നല്ല അടിപൊളി പരിപാടി, നല്ല ആനകളൊക്കെ അടിപൊളിയാണ്. ആനകളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ പ്രത്യേക കൗതുകമല്ലേ? തീർച്ചയായിട്ടും. ഞാനിവിടെ തേവയ്ക്കെന്നാണ് വീട്. പക്ഷെ വെളിയിലായിരുന്നു. കുറെ വർഷങ്ങളായി നാട്ടിൽ മിസ്സിംഗ് ആണ്. ഇപ്പൊ കാണാൻ പറ്റി. മക്കളോടൊപ്പം എല്ലാവരോടൊപ്പം കാണാൻ പറ്റി. ഒത്തിരി സന്തോഷം. ഇപ്രാവശ്യം ഓണം തൃക്കാക്കരപ്പനൊപ്പം ഓണം ഇവിടെ കഴിഞ്ഞ് മറ്റന്നാ പോവുക. തിരുവോണ സദ്യ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഓണം ഉടുപ്പൊക്കെ ഇട്ടത് ഒരു കൊച്ചു സുന്ദരി നിൽപ്പുണ്ട്. നാലാമത്തെ ഓണമാണ്. ഓക്കെ, അങ്ങനെ എല്ലാവരും ഒരു ഓണത്തിൻ്റെ ഒരു വൈബിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉത്സവ ലഹരി, ഉത്സവ പ്രതിച്ഛായയിൽ തന്നെയാണ് ഉള്ളത്. ശരി ശ്യാം, എന്തായാലും തൃക്കാക്കര പ്രസിദ്ധമായ തൃക്കാക്കര പകൽപൂരത്തിന്റെ വിശേഷങ്ങളാണ് ശ്യാം പ്രസാദ് ഉത്തമൻ നമ്മളുമായി പങ്കുവെച്ചത്.